ഇതായിരുന്നു ചേട്ടന് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ്? എനിക്ക് ഒറ്റ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളൂ. അതാണ് ബാക്കിയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവർ തന്നില്ല. ഇതെന്താ ചേട്ടാ ഈ കേറി വരുമ്പോ തന്നെ നമ്മൾ ഇതൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു പെയിന്റിംഗ്? ഞാനത് പ്രത്യേകിച്ച് കോൺസെപ്റ്റ് ഒന്നുമില്ല, ബട്ട് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫീലിംഗ്സ്. എനിക്ക് മഞ്ജു മേടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു സാധനമാണ്. ഞാനത് കളഞ്ഞില്ല. ബാക്കി എന്തെങ്കിലും കളഞ്ഞോ അതിന്? മഞ്ജുന് ഈ വീട്ടിന്റെ വളരെ ഭംഗിയുള്ള ഏരിയകളിൽ ഒന്നാണോ ബാൽക്കണി? ഡെഫിനറ്റ്ലി യെസ്, പക്ഷെ ബാൽക്കണി സെറ്റ് അല്ല. മക്കൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് അവരുടെ അച്ഛനും അമ്മയും ഒരുമിച്ച് നിൽക്കുക, വളരെ സന്തോഷമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഒരുമിച്ച് നിൽക്കുക, സന്തോഷിച്ച് നിൽക്കുക എന്നുള്ളതിൽ അതിലൊരു കാര്യം വളരെ സത്യമാണ്, സന്തോഷത്തോട്ടിരിക്കുക എന്നുള്ളത്. ഇപ്പൊ അവള് സന്തോഷമാണ്, നമ്മൾ രണ്ടുപേരും സന്തോഷമാണ്, ഹാപ്പിയാണ്. സോ മഞ്ജു ലിവിങ് ഹെയർ ഓൺ ലൈഫ്, ഞാൻ നമ്മുടെ ലൈഫ്, നമ്മുടെ തിരക്കുകൾ. നമുക്കിടയിൽ ഇപ്പോൾ ഈഗോ ക്ലാഷ് ഇല്ല, മറ്റ് പ്രശ്നങ്ങളില്ല. അവൾക്ക് എവിടെ വേണമെങ്കിലും ആരെ വേണമെങ്കിലും കാണാം, എവിടെ വേണമെങ്കിലും പോകാം. ഇതാണ് വാഷ്റൂം അല്ലേ? പോയിക്കോളൂ. ഏറ്റവും മികച്ച പ്രതിഫലം കിട്ടിയ സിനിമ ഏത്? തെലുങ്കായിരിക്കുമല്ലോ. സിനിമ ഏതാ ചേട്ടാ? എടി പെണ്ണേ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. രഞ്ജിത്തേട്ടനെ സുജിത്തേട്ടനെ കണ്ട എവിടെ കൊണ്ടൊക്കെയോ നിങ്ങൾ ഒരുപോലെ ഇരിക്കുന്ന പോലെ തോന്നുന്നു. സ്വഭാവത്തിലില്ലെന്തോ. ഇതിപ്പോ എനിക്ക് പേടിയാവുന്നു. ഞാൻ ചിരിക്കാൻ പാടുണ്ടോ, ചിരിക്കാവോ ഒന്നും അറിയാൻ പാടില്ലാത്ത അവസ്ഥയാണ് ഇവിടെ. ചേട്ടാ ഈ ഡോറൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ. ഈ വുഡ് പൈൻ വുഡാ. ഇത് പ്ലൈവുഡ് ആണോ? പൈൻ. ഒരു അപ്സര സ്വന്തം ദേവതയോ ആ വരച്ചേക്കണ ചേട്ടൻ അല്ല എന്ന് ഞാൻ പറയും. അയ്യോ, അതൊരു ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് വരച്ചതാണ്. India's #1 language academy, Needus Academy. Result ഉള്ളിടത്ത് പഠിക്കാം. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ഞാൻ കുറച്ച് സിനിമകൾ പറയട്ടെ. ദൃശ്യം, അനാർക്കലി, ലൂസിഫർ, പുണ്യാളൻ അഗർബത്തീസ്, ഇത്രയും സിനിമകൾ പറഞ്ഞതിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സിനിമയെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ എല്ലാ സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. എങ്കിൽ എല്ലാ സിനിമകൾക്കും ക്യാമറ ചലിപ്പിച്ച സിനിമറ്റോഗ്രാഫറുടെ വീട്ടിലാണ് നമ്മളിന്നുള്ളത്. അപ്പോൾ വെൽക്കം ടു സെലിബ്രിറ്റി ഹോം ടൂർ. അപ്പോ ഞാൻ പറഞ്ഞ സിനിമറ്റോഗ്രാഫർ ദാ നിൽക്കുന്നു, സുജിത് ഭാസ്കർ. ചേട്ടാ വെൽക്കം. സിനിമറ്റോഗ്രാഫറുടെ വീട് കാണാമെന്നുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ കയറി വന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാവും. സിനിമറ്റോഗ്രാഫർ എത്ര സിനിമാറ്റിക് ആയിട്ടായിരിക്കും വീട് വെച്ചേക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാവല്ലേ? ഇതെന്താ ചേട്ടാ ഈ കയറി വരുമ്പോ തന്നെ നമ്മൾ ഇതൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു പെയിന്റിംഗ്? അത് പലരും പലതരത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ച് പോയിട്ടുണ്ട്. ഞാനത് പ്രത്യേകിച്ച് കോൺസെപ്റ്റ് ഒന്നുമില്ല, ബട്ട് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫീലിംഗ്സ് ഫ്രം മറ്റേ ആഷസിൽ നിന്ന് വരുന്ന ഒരു ഫീലിംഗ്സ് നമ്മുടെ ചിറക് പൊങ്ങുന്ന എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. അതർവൈസ് യു ക്യാൻ ഒരാൾ ഹഗ് ചെയ്യാൻ വിളിക്കുമ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്. പലർക്കും പലതായിട്ട് തോന്നാം. എനിക്ക് വെറുതെ ഒരു ആ വോള് വെറുതെ ഇടണ്ടെന്ന് വെച്ചിട്ട് എല്ലാവരും കുറെ പൂക്കളും മരങ്ങളും ഒക്കെ വരച്ചു വെക്കുക, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഷെയ്ഡ് അടിക്കും. എനിക്ക് വലിയ താല്പര്യമില്ല അതിനകത്ത്. സോ ഐ ജസ്റ്റ് ഡിഡ് സംതിങ്. ആണോ? ഓ, ഒരു സിനിമറ്റോഗ്രാഫർ ആണല്ലോ, എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരണ്ടേ? രണ്ട് പെഗും 2 നൈറ്റും. അത്രേ ഉള്ളല്ലേ? ആ സമയത്തുള്ള ചിരികളാണോ ഞങ്ങൾ ഈ കാണുന്നത്? ഇത് ആക്ച്വലി എൻ്റെ ഒരു മൂവിയുടെ കോൺസെപ്റ്റ് ആണത് ടോട്ടലി. എനിക്കൊരു രാവണൻ എന്ന് പറഞ്ഞ മൂവി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സോ ഐ എം ഓൾറെഡി ഇൻ ടു ദാറ്റ്. സോ ദിസ് ഇസ് 10 ഭാവങ്ങളാണ്. ഓക്കെ, ഇനി ഈ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇത് എന്റെ കൈൻഡ് ഓഫ് ഇതെന്താ ഞാൻ പറഞ്ഞു തരണ്ടേ? ഇവിടെ ഇതൊരു എനിക്ക് അത്യാവശ്യം വായനാശീലമുണ്ട് വളരെ മുമ്പ് മുതലേ. പക്ഷെ ഇത് എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടില്ല. ഒരു ഹാഫ് ഓഫ് ദം ഐ റെഡ്. ഇതെവിടെന്നെങ്കിലും പുറത്തു പോയി ശ്രീലങ്ക ഞങ്ങൾ കാളി എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ നോക്കാനായിട്ട് ശ്രീലങ്കയിൽ പോയതാണ്. കാളി എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാളി എന്ന് പറയുന്ന സിനിമ വളരെ നന്നായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിപ്പോഴത്തെ ഒരു OTT അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടല്ലോ. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് ഇസ് ഡിലേയിങ്, ബട്ട് definitely it will happen sometimes. ആണല്ലേ? ആക്ച്വലി എനിക്ക് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരുമോ? ഇതുവരെ ഒരിടത്തും എമ്പുരാനെ കുറിച്ച് പറയാത്ത ഒരു സത്യം, ഒരു രഹസ്യം എനിക്ക് വേണ്ടി മാത്രം പറഞ്ഞു തരുമോ? ഇതുവരെ പുറത്ത് പറയാത്തത് എമ്പുരാന്റെ രഹസ്യം. ഇതിനകത്ത് ഒരു 170 days ഓഫ് ഷൂട്ട് ഉണ്ട് നമുക്ക്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെന്താ ഈ സംഭവങ്ങൾ? ഇതിനോടൊക്കെ താല്പര്യമുള്ള ആരാ ഉള്ളേ? ഇത് അത്യാവശ്യം ഞാൻ കൊട്ടും. ആണോ? ഒന്ന് കിട്ടിയേ നോക്കട്ടെ.
എൻ്റെ അച്ഛനൊരു പെർക്കഷനിസ്റ്റാണ്. എൻ്റെ അച്ഛൻ്റെ പേര് സദനം വാസുദേവൻ. സദനം വാസുദേവൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല. മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള കൃഷിയാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ട പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ്. ഓ അത് ശരി. ഞാനും അച്ഛൻ്റെ കീഴിൽ ചെണ്ട പഠിച്ചിട്ടുണ്ട്. ഞാനുള്ള കുറേ അധികം ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. ഞാനും അന്ന് സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടും പ്രൈസ് മേടിച്ചിട്ടും ഒക്കെ ഉണ്ട് ആ സമയത്ത്. ഈ ലൈറ്റ് ഒക്കെ ആരുടെ ഐഡിയ ആയിരുന്നു? ഇതിന്റെ ടോട്ടൽ പരിപാടി നമ്മുടെ ഏരിയ തന്നെ, ടോട്ടൽ പരിപാടി. ഈവൻ ഇത് നമ്മുടെ ഫ്ലാറ്റിലെ കോൺസെപ്റ്റിലല്ല. ഈ ടൈൽസ് ഒക്കെ ഞാൻ പോയി ഓടി നടന്ന് മേടിച്ച്. ഇതിപ്പോ നിങ്ങൾക്ക് ചവിട്ടി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാലിന് പ്രശ്നം വരില്ല. നാച്ചുറൽ സ്റ്റോൺ ആണത്. ഇത് പോളിഷ് ചെയ്തിട്ടില്ല. പോളിഷ് ചെയ്യുമ്പോൾ തന്നെ വെരി നാച്ചുറൽ. ഈ വീട്ടിന്റെ വളരെ ഭംഗിയുള്ള ഏരിയകളിൽ ഒന്നാണോ ബാൽക്കണി? ഡെഫിനറ്റ്ലി യെസ്. പക്ഷെ ബാൽക്കണി സെറ്റ് അല്ല. ഞാൻ എല്ലാത്തിനും ഭയങ്കര നേരത്തെ ജാമ്യം എടുത്തോണ്ടിരിക്കുക, ഒന്നും സെറ്റല്ല എന്ന്. അല്ല, ഞാൻ കിട്ടിയ സമയം കൊണ്ട് കുറച്ച് നന്നാക്കി റെഡിയാക്കിയിരിക്കുന്നേ ഉള്ളൂ. ചേട്ടൻ വളരെ ഒരു പ്രകൃതി സ്നേഹി, പരിസ്ഥിതി സ്നേഹിയൊക്കെയാണോ? ഡെഫിനറ്റ്ലി ആണ്. ഞാനും മഞ്ജുവും കൂടി ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഫാം, പിള്ളാസ് ഫാം എന്ന് പറഞ്ഞൊരു ഫാം കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. എനിക്കിപ്പോഴും ആ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ കൊറോണ സമയത്ത് ഇതിന് തൊട്ട് മുന്നേ മേടിച്ചതാ, ചെയ്തതാ അത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിർത്തി. ഇവിടെ ഒരു ഓഫീസ് റൂം ഉണ്ട്, വരൂ നമുക്ക് ഓഫീസ് റൂമിലേക്ക് കയറാം. ചേട്ടൻ ഇതുവരെ ചെയ്തേക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ലൂസിഫർ ഒരു നല്ല വർക്കാണ്. പിന്നെ മെമ്മറീസ് നല്ല വർക്കാണ്. എസ്ര നല്ല വർക്കാണ്. സെവൻത് ഡേ നല്ല വർക്കാണ്. അനാർക്കലി കുഴപ്പമില്ല, അനാർക്കലി നല്ല വർക്കാണ്. ദെൻ എല്ലാ സിനിമയായില്ലേ? അല്ലല്ലേ, ഒരു സാധനം ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സാധനം സബ്ജക്റ്റിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമം നടത്താറുണ്ട്. പിന്നെ അയാൾ അത്യാവശ്യം എനിക്ക് പേര് കിട്ടിയ വർക്കാണ്. അധികം ആരും കണ്ടിട്ടില്ലെങ്കിലും മെമ്മറീസിനും അയാൾക്കുമായിരുന്നു ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ഓർമ്മയുണ്ട്. ഇതായിരുന്നോ ചേട്ടന് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ്? എനിക്ക് ഒറ്റ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവർ തന്നില്ല. ഓക്കെ, കുഴപ്പമില്ല ചേട്ടാ, നമുക്ക് ഇനി സമയമുണ്ടല്ലോ. ചില വർക്കുകൾ കിട്ടുമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ, പക്ഷെ അത് കിട്ടാതെ നമുക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ അതിനേക്കാളും ഒട്ടും ഡിസർവിംഗ് ഇല്ലാത്ത വർക്കുകൾ കൊടുക്കുന്നതാകുമ്പോൾ ഒരു ഐക്യമാണ്. പാവല്ലേ ഞാൻ. ഇതൊരു അവാർഡാണോ ഈ ഇരിക്കുന്ന കുട്ടി, പെൺകുട്ടി? അത് അവാർഡല്ല, അത് മഞ്ജു അവിടെ നിന്ന് മേടിച്ച് അപ്പുറത്ത് കൊണ്ടുവച്ചത്. എനിക്ക് മഞ്ജു മേടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു സാധനം അത്. ഓ അത് ശരി. ഞാനത് കളഞ്ഞില്ല. ബാക്കി എന്തെങ്കിലും കളഞ്ഞു അതിന്? മഞ്ജുന് പ്ലീസ്, ഞാനൊന്നും ചേട്ടാ. നമുക്ക് ചേട്ടന്റെ മകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ ഏതാ? ഇവിടെ അവളുടെ ഒരു ഏരിയ ആണ്. ഇവിടെ അവള് പറയുന്നത് ഇവിടെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലമാണ്. പിന്നെ അവളിവിടെ കാണാറില്ല അധികം. അവൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ അവള് വന്നൊന്ന് മനസ്സിലാകുന്ന ഞാനത് ക്രോസ് ചെയ്ത് പോകുമ്പോൾ സൗണ്ട് കേൾക്കാം. സിനിമയുടെ സൗണ്ട് കേൾക്കാം. ഒരു ഹോം തിയേറ്റർ ആണ്. അങ്ങനെയാണ് മനസ്സിലാകുന്നത് തന്നെ. ഞാനൊരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ. മക്കൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് അവരുടെ അച്ഛനും അമ്മയും ഒരുമിച്ച് നിൽക്കുക, വളരെ സന്തോഷമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആകുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ മകൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? അതാണ്, ഒരുമിച്ച് നിൽക്കുക, സന്തോഷിച്ച് നിൽക്കുക എന്നുള്ളതിൽ അതിലൊരു കാര്യം വളരെ സത്യമാണ്. സന്തോഷത്തോട്ടിരിക്കുക എന്നുള്ളത്. ഇപ്പം അവൾ സന്തോഷമാണ്. നമ്മൾ രണ്ടുപേരും സന്തോഷമാണ്, ഹാപ്പിയാണ്. സോ മഞ്ജു ലിവിങ് ഹിയർ ഓൺ ലൈഫ്, ഞാൻ നമ്മുടെ ലൈഫ്, നമ്മുടെ തിരക്കുകൾ. നമുക്കിടയിൽ ഇപ്പോൾ ഈഗോ ക്ലാഷ് ഇല്ല, മറ്റ് പ്രശ്നങ്ങളില്ല. അവൾക്ക് എവിടെ വേണമെങ്കിലും ആരെ വേണമെങ്കിലും കാണാം, എവിടെ വേണമെങ്കിലും പോകാം. സോ എനിക്കും അത് തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വരാം, ആർക്ക് വേണമെങ്കിലും കാണാം. സോ ദർ ഇസ് ഫ്രീഡം. അല്ലാതെ ഒരു വീട്ടിൽ തന്നെ അപ്പുറവും ഇപ്പുറവും മിണ്ടാതെ താമസിക്കുന്ന ഒരു കാര്യമില്ലല്ലോ. സോ ധർമ്മം കൂടും. നിങ്ങളുടെ ഒരു അഭിപ്രായം ഇതാണ് ഡിസിഷൻ എന്ന് അറിയിച്ചപ്പോൾ മകൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? അപ് ടു യു. അത്രേ ഉള്ളൂ, അതിനെ കൂടുതൽ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞു. സോ അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ അവളുടെ ഭയങ്കരമായിട്ട്. അല്ലാതെ കുറെ മണ്ടത്തരങ്ങളുണ്ട്, സ്വാഭാവികമായിട്ടും എൻ്റെ മഞ്ജുവിൻ്റെ മകളാണ്. സോ അതല്ലെങ്കിൽ നമുക്ക് ഹോം തിയേറ്ററിനകത്തേക്ക് കയറാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ഒരു ഫ്ലാറ്റിനകത്ത് ഇങ്ങനെ ഒരു സാധനം ചെയ്യാമെന്ന് തീരുമാനം? അല്ല, ഞാൻ ഈ ഫ്ലാറ്റ് എടുക്കാൻ തന്നെ കാരണം എനിക്ക് ഒരു സ്പേസ് വേണം. എൻ്റെ ജോലി ഇതാണ്, ഇപ്പം എനിക്ക് പഠിക്കാനുള്ള സ്ഥലം ഇതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് എൻ്റെ ഒരു സ്ഥലം ഇതാണ്. ഞാൻ അവിടെയൊക്കെ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. ആണ് ഭയങ്കരമായ സൂപ്പർ ഹിറ്റ് സിനിമകളുടെയൊക്കെ ഭാഗമാകാൻ സാധിച്ച ഒരു ഭാഗ്യമുള്ള സിനിമറ്റോഗ്രാഫർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു തരുമോ? ഇല്ലേ? അല്ല, അതിനകത്തൊരു കഷ്ടപ്പാട് കൊണ്ടുണ്ട്, ഭാഗ്യം മാത്രമല്ലല്ലോ. സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതിനകത്തും ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതിനകത്തും അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ ഓക്കെ ഇത് ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന സ്ഥലത്തും ഒക്കെ നമ്മളൊരു ഡിസിഷൻ ഉണ്ട്, നമ്മളൊരു ഷാർപ്നെസ് ഉണ്ട്, നമ്മളൊരു ജഡ്ജ്മെന്റ് ഉണ്ട്. ദെൻ
അതിനകത്ത് നമ്മൾ എടുക്കുന്ന ഒരു കഷ്ടപ്പാടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത മുറിയിലേക്ക് പ്ലീസ് പോയാലോ? പ്ലീസ് പ്ലീസ്. ഇതൊരു TV ഏരിയ ആയിട്ടായിരുന്നു. ഇത് ഞാൻ അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ ദെൻ അവർക്ക് ഇരുന്ന് TV കാണാൻ, അപ്പൊ അവർക്ക് മെയ്ഡ് വേണം. അമ്മ അങ്ങനെ മെയ്ഡ് വരുവാണെങ്കിൽ അവർക്ക് ഒരു മെയ്ഡ് റൂമുണ്ട്. അതിപ്പോ ഞാൻ വെറുതെ ഡംപിങ് ചെയ്താട്ട. ഇതെന്താ ചേട്ടാ ഇവിടേക്ക് വന്നപ്പോ ഇത് സംഭവം? ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആണ്, സെറ്റ് ആയിട്ടില്ല. എന്നാൽ ആയി വരുന്നു. ഇവിടേക്ക് ഇതൊന്നും ഇവിടേക്ക് ഒരു നല്ല രസമുള്ളൊരു വേറെ തരത്തിലുള്ള പ്രതിമയൊക്കെ മേ ബി ഒരു ബുദ്ധന്റെ സംഭവം അല്ലെങ്കിൽ സംതിങ് ലൈക്ക് അങ്ങനെ എന്തൊക്കെ വേണം. പിന്നെ ഇവിടെ ഇത് രണ്ട് സൈഡിലും ഇതൊക്കെ വേണം, ചെടികൾ വേണം. കഴിയട്ടെ കുറച്ചുകൂടി. ഇവിടെ നല്ലൊരു ഒരു പിക്ചർ കണ്ടല്ലോ. അത് എൻ്റെ ഒരു ഫ്രണ്ട് പൂനെയിൽ നിന്ന് വന്നപ്പോൾ ഒരു പ്രസന്റ് ചെയ്തതാണ്. നിങ്ങൾ എന്റെ റൂമിലേക്ക് കയറുന്നത്. ഇതാണ് ചേട്ടന്റെ റൂം? ഓക്കെ. ഞാനും മോള് വരുമ്പോൾ മോളും ഇവിടെയാണ്. ഞാൻ മോൾക്ക് ഒരു സെപ്പറേറ്റ് റൂമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൾ അങ്ങോട്ട് പോകാറില്ല, ഇവിടെ തന്നെയാണ്. അത് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതൊരു വളരെ സിമ്പിളായിട്ട് ജീവിക്കണം താല്പര്യമുള്ളത്. വളരെ സിമ്പിളായിട്ട് ഞാൻ ആകെപ്പാടെ ചെയ്തിരിക്കുന്നത് കുറച്ച് കളർ പാലറ്റും ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇങ്ങനത്തെ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലുള്ള ഒരു വാർഡ്രോബ്. ഇതൊക്കെ സ്വന്തം ഐഡിയാസ് ആയിരുന്നോ അതോ ആർക്കിടെക്റ്റിന്റെ ഐഡിയ ആയിരുന്നോ? സ്വന്തം ഇത് ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വളരെ മുമ്പേ ഈവൻ എന്റെ എല്ലാ പിടി പോലും ഇങ്ങനെയാണ് വേണ്ടത് എന്ന്. യോ എനിക്ക് എന്ത് ചെയ്യാൻ അനുവാദമില്ല തുറക്കാൻ. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളെ എങ്ങനെയൊക്കെ ആയിരിക്കും ഇങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇവിടെ വന്ന് ഞങ്ങൾ വൃത്തിയാക്കിയിട്ടേ ഇല്ല. ചെറുതായിട്ട്. ഓക്കെ. ഇവിടെ മറ്റൊരു ബാൽക്കണി ഉണ്ടല്ലോ. ഇവിടെ രണ്ട് ഫ്ലാറ്റുണ്ട്. ഓ അതുകൊണ്ടാണ് രണ്ട് ബാൽക്കണി വന്നേക്കുന്നത്. 14D and 14E. ഓ അതാണ് 14D എന്ന് പറയുന്നത്. ഇനി നമ്മൾ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ കിച്ചണിന്റെ അടുത്താണല്ലോ ഒരു ബെഡ്റൂം വന്നേക്കുന്നത്. ഇത് ആക്ച്വലി ഒരു സ്റ്റഡി റൂമാണ്. ആണോ? അപ്പൊ ഈ ഫ്ലാറ്റിന്റെ യഥാർത്ഥ കിച്ചൺ എവിടെയായിരുന്നു? യഥാർത്ഥ കിച്ചൺ അത് മാത്രമേ ഉള്ളൂ. ഇതെന്താ ഇതിനകത്ത്? ഇതാണ് മെയ്ഡ് റൂം എന്ന് പറയുന്നത്. അവിടെ കിച്ചൺ ആണ്, പക്ഷെ ഇപ്പൊ അതൊരു മെയ്ഡ് റൂമാണ്. ഞാൻ വാതിലൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിച്ച്. ഓക്കെ. മെയ്ഡ് റൂമിൽ പ്രത്യേകിച്ച് മെയ്ഡ് കിടക്കാത്തതുകൊണ്ട് പ്രത്യേകിച്ച് മെയ്ഡ് കിടക്കാത്തതുകൊണ്ട് എന്റെ പെട്ടിയും പ്രമാണമൊക്കെ ഇവിടെ വെച്ചിരിക്കും. പ്രമാണം അല്ല, പെട്ടി. ഓക്കെ. പ്രമാണം ബാങ്കിലാണ്. അയ്യോ, പ്രമാണം ബാങ്കിലാണോ? വാങ്ങിക്കണ്ടേ നമുക്ക്? ഇത്ര സിനിമയൊക്കെ ചെയ്തിട്ട് പ്രമാണം ബാങ്കിലൊന്നും വെക്കാൻ പാടില്ല. വേഗം വാ. പ്രമാണം ബാങ്കിലാണ് ഇരിക്കേണ്ടത്. ആക്ച്വലി സേഫ് ആയിരിക്കും. പിന്നെ ഓക്കെ. മറ്റൊരു ബെഡ്റൂമിലേക്ക് നമ്മൾ എത്തിയപ്പോൾ ഞാനിവിടെ ഒന്നും കർട്ടൻസ് വേണ്ടെന്ന് വിചാരിച്ചിരുന്നു ആദ്യം. ഞാൻ അധികം എവിടെയും കർട്ടൻ ഇട്ടിട്ടില്ല. ഈ ഫോട്ടോസ് ഒക്കെയോ? ഇതൊക്കെ ആരാ വരച്ചേ? ഇത് എനിക്ക് അത്യാവശ്യം ചെറിയൊരു അസുഖമുണ്ട്. അസുഖമേ ഉള്ളൂ, മൂത്തിട്ടില്ല. Then I try my best, but ഇതല്ല, ഗണപതി അല്ല. അത് നന്നൊരു ഷേപ്പ് ഒക്കെ വന്നിട്ടില്ല, കണ്ടാൽ അറിയാലോ. നല്ലൊരു ഫോട്ടോ ഉള്ളൂ, അത് ഞാനല്ല വരച്ചത്. ബാക്കിയല്ല, ഇതൊക്കെ എനിക്കും വരയ്ക്കാൻ പറ്റും. അതെ, സിമ്പിളാണ്. അതെ, ഇത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ചേർന്ന് തുടങ്ങിയതാ. ഇപ്പൊ അത് ഇനി ഫിനിഷ് ചെയ്യണം. ഇത് ജാനി വരച്ച മോളുടെ. ഓ അത് ശരി. അതിനൊരു വൃത്തിയുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ എന്നെ കളിയാക്കാൻ വന്നതാണോ? അല്ല, അവള് വരച്ചതുകൊണ്ടൊരു വൃത്തിയുണ്ട്. അവള് അത്യാവശ്യം കുഴപ്പമില്ലാതെ വരയ്ക്കും. അല്ലേ? കർട്ടൻ ഇടണ്ട എന്ന് ആഗ്രഹിച്ചിട്ട് പിന്നെ എന്തുകൊണ്ട് കർട്ടൻ ഇട്ടു? മോളുടെ ബെഡ്റൂം. അപ്പൊ മോള് ആദ്യം വന്ന് പറഞ്ഞത് വെച്ചാൽ കർട്ടൻ വേണം, അല്ലെങ്കിൽ ഡ്രസ്സ് മാറാൻ പറ്റില്ല. ഓ അതുകൊണ്ടാണ്. ഇത് മകളുടെ ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷെ അവളിവിടെ കിടക്കാറില്ല അല്ലേ? അവള് ചിലപ്പം ഇവിടെ ആരും ഇല്ലെങ്കിൽ ഇപ്പം മറ്റേ ചെറിയമ്മയൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവള് അവിടെ വന്ന്. ഇതാണ് വാഷ്റൂം അല്ലേ? പോയിക്കോളൂ. അയ്യോ, നമ്മുടെ വീട് തീർന്നോ ചേട്ടാ? ഓ ഇതൊരു വീടാണ്, അല്ല കൊട്ടാരമല്ല. ഇതെന്താ ഇത്? അതും നമ്മളൊരു ഇവിടേക്ക് കൊണ്ടുവച്ചാ. ഞാൻ TV വെക്കുമ്പോൾ ടിവിയുടെ രണ്ട് സൈഡിലുമായിട്ട് വെക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ TV വെക്കാത്തോണ്ട് ഞാനത്. ഇത് എവിടെന്നാ വാങ്ങിച്ചേ? ശ്രീലങ്കയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് ശരി. ഈ ക്ലോക്കും ഒക്കെ ഒരു വ്യത്യസ്തമായ ക്ലോക്കാണല്ലോ. ഒരു അല്ല രസമുള്ള പരിപാടിയാണ്. ഇത് കടുകണ്ണവ എന്ന് പറഞ്ഞൊരു മൂവി ഇപ്പൊ ചെയ്തില്ലേ, MT സാറിന്റെ സ്ക്രിപ്റ്റിനകത്ത് ചെയ്തത്. അപ്പൊ രഞ്ജിത്തേട്ടനാണ് ചെയ്തത്. അപ്പൊ അതിന്റെ ലൊക്കേഷൻ നോക്കാൻ പോയപ്പോഴും ഷൂട്ടിന് പോയപ്പോഴും രണ്ട് സമയത്തായിട്ട് ഞാൻ ഇതും മറ്റേ മാസ്കും ഒക്കെ അവിടെ നിന്ന് മേടിച്ചത്. രഞ്ജിത്തേട്ടനെ സുജിത്തേട്ടനെ കണ്ട എവിടെ കൊണ്ടൊക്കെയോ നിങ്ങൾ ഒരുപോലെ ഇരിക്കുന്ന പോലെ തോന്നുന്നു. സ്വഭാവത്തിലില്ലെന്ന് തോന്നുന്നു. ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, താങ്ക് യു.
ഓക്കെ ചേട്ടാ, ഇതിപ്പോ എനിക്ക് പേടിയാവുന്നു. ഞാൻ ചിരിക്കാൻ പാടുണ്ടോ, ചിരിക്കാവോ ഒന്നും അറിയാൻ പാടില്ലാത്ത അവസ്ഥയാണ് ഇവിടെ. എന്ത് ചിരിക്കാൻ പാടുണ്ടോ? അതെ, ഇതിലൊക്കെ ചിരിക്കാവോ അതോ മിണ്ടാതിരിക്കണോ, മൗനം പാലിക്കണോ, എന്താന്ന് അറിയില്ലാത്തൊരവസ്ഥയാണ്. ഒരിക്കലും ഫേക്ക് ആയിരുന്നു. അതാണ്, ഒരിക്കലും ഫേക്ക് ആയിരുന്നു. നിങ്ങൾക്ക് ചിരി വരുന്നു ചിരിക്കുക, അയ്യോ എന്ന് പറയണോ അയ്യോ എന്ന് പറയുക. അത്രേ ഉള്ളൂ. ഇതെന്താ 1988 ബാച്ചിലെ ചേട്ടനുണ്ടോ? ഞാൻ എന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചാലൊന്നുമില്ല, കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. ആണോ? അത് തന്നെ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഡയലോഗ് അടിക്കുന്ന കേട്ടപ്പോ ഞാൻ വിചാരിച്ചു. ചേട്ടാ, ഈ ഡോറൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ. ഈ വുഡ് പൈൻ വുഡാ. ഇത് പ്ലൈവുഡ് ആണോ? പൈൻ. എന്നിട്ട് ഞങ്ങൾ അതിനെ മറ്റേ കത്തിച്ചു ഫസ്റ്റ്. അതെന്തിനാ? ഫ്ലെയിം ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഗ്രൈൻഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു കളറും ഷേപ്പും ഒക്കെ കിട്ടുക. എന്നാലും നമ്മൾ ഇത്ര വിലപിടിപ്പുള്ള പൈൻ വുഡൊക്കെ വാങ്ങിച്ചിട്ട് കത്തിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കുണ്ടോ? അപ്പോഴാണ് ഇങ്ങനൊരു ഡിസൈൻ കിട്ടുക, ഒരു ഷേപ്പ്. ഇതൊക്കെ അതാണ്. ഈ തടി അതാണ്. ഓ, ഇവിടെ പലയിടത്തും നമ്മള് ഇപ്പം ഡൈനിങ് ടേബിളിന്റെ മുകളിലൊരു ബീം. അതൊക്കെ ഈ പൈൻ വുഡ് ആണല്ലേ? ഈ പൈൻ വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയ വുഡ് ആണോ? അല്ല, ഭയങ്കര ചീപ്പാണ്. അങ്ങനെയല്ല, എനിക്കല്ലെന്ന് എനിക്കറിയാം. സീരിയസ്ലി ആണ്. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്ത? അങ്ങനെയല്ലേ ആലോചിക്കേണ്ടത്. നമ്മളെങ്ങനെ ആലോചിക്കുന്നത്? നമുക്ക് നിങ്ങളൊരു 100 വർഷം നിൽക്കുമെന്ന് പറഞ്ഞിട്ട് തേക്കൊക്കെ വെച്ച് പിടിപ്പിച്ച് എനിക്ക് അതിനകത്ത് യാതൊരു താല്പര്യമില്ല. 100 വർഷം ആരാ നിൽക്കുന്നത്? ഒരു 10 വർഷം കഴിയുമ്പോൾ ഓരോ സിസ്റ്റം മാറും. ആ സമയത്ത് മാറ്റാൻ പറ്റുന്ന എക്സ്പെൻസ് ആക്കിയാൽ പോരെ നമ്മൾ. അതെ, അത്രേ ഉള്ളൂ. ഒരു വീട് എന്നുള്ളത് ചേട്ടന്റെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നോ? എല്ലാവർക്കും ഇല്ലേ? താങ്കൾക്കില്ലേ? എനിക്ക് അങ്ങനെ വീട് വാങ്ങണമെന്നില്ല. അല്ല, അപ്പൊ ചേട്ടൻ അങ്ങനെ ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു? ഒരുപാട് വർഷങ്ങളെ കൊണ്ടുനടന്ന ഒരു ആഗ്രഹമാണോ? ഒരു സ്വന്തമായിട്ട് സ്ഥലം വേണം എന്ന് എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും ഇവിടെ ഇല്ല എന്നുള്ളതേ ഉള്ളൂ എൻ്റെ പ്രശ്നം. പക്ഷെ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ വരുന്ന നമ്മളൊരു ഫാമിലി ഉള്ളപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ ഡെഫിനറ്റ്ലി അവർ സ്ഥിരമായിട്ട് താമസിക്കാൻ ഒരു സ്ഥലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു തോന്നൽ നമുക്കില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ആണല്ലേ? ചേട്ടാ, ചേട്ടനോട് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഫാമിലി മാൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് എന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും വേണ്ടിയിട്ടുള്ള ഒരു താമസിക്കാനൊരു സ്ഥലം, അല്ലെങ്കിൽ അവരെ ഉള്ളപ്പോ ഒരുപാട് പോസിറ്റിവിറ്റി കിട്ടാനുള്ള സാധനങ്ങൾ എല്ലാം ഇങ്ങനെ പറയുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് അങ്ങനൊരു ഞങ്ങൾക്കിടയിൽ അങ്ങനൊരു ഒരു വിഷയം ഉണ്ടായത്. സോ അതിൽ നിന്ന് അപ്പൊ അതും ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. അല്ല, എന്നാലും അപ്പോ എവിടെയെങ്കിലും എനിക്കത് ചോദിക്കാൻ പാടണമെന്നൊന്നും അറിയില്ല, എന്നാൽ പോലും എവിടെയെങ്കിലും അതൊന്നും നമ്മൾ ആഗ്രഹിച്ചപ്പോൾ നടന്നില്ല എന്നുള്ളൊരു വേദനയോ അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നും വേദനിച്ചിട്ട് കാര്യമില്ല. ഇല്ല, ആണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. വേദനിച്ചിട്ട് കാര്യമില്ല. അല്ല, എല്ലായിടത്തും ചേട്ടൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാണിച്ചു തരുമ്പോഴും പറയുമ്പോഴും ഒക്കെ എനിക്കിങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുമ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന അങ്ങനെ തന്നെയല്ലേ? എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുക, അതിന്റെ ഒരു ലൈഫ് എൻജോയ് ചെയ്യുക, ചെറിഷ് ചെയ്യുക, അതിന്റെ ഒരു അതെല്ലാവരും ആഗ്രഹിക്കുമല്ലോ. ഇപ്പൊ അതല്ല എന്ന് പറഞ്ഞിട്ട് അയ്യോ അത് കിട്ടിയില്ല, നമുക്ക് അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. ദിസ് ഇസ് ലൈഫ്, യു ഹാവ് ടു ലിവ്. ഈ പടമൊക്കെ വരച്ചേക്കുന്നതോ ചേട്ടന്റെ ഈ ഫോട്ടോ ഒക്കെ വരച്ചു തന്നേക്കുന്നത് ഇതെന്റെ ഫ്രണ്ടിന്റെ ബിജുവിന്റെ മകൻ അഭിരാം എന്ന് പറഞ്ഞൊരു കക്ഷി. അവനിപ്പോ ബിജു എന്ന് പറഞ്ഞിട്ട് ബിജുവും രാജുവും ആണ് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. അവര് രണ്ടുപേരും ട്രിവാൻഡ്രത്താണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് പെയിന്റിങ്ങുകളാണല്ലോ കേട്ടോ. ഇതൊക്കെ ചേട്ടൻ വരച്ച പെയിന്റിങ്ങുകളാണോ? ഇത് തുടങ്ങാൻ വേണ്ടിയിട്ടേ നമ്മളൊരു പെയിന്റ് മേടിച്ച് തുടങ്ങണം. എന്ത് തുടങ്ങണം അറിയത്തില്ല. അതായത് കണ്ണും മൂക്കും വരച്ചാൽ അത് ആവത്തില്ല. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ പിന്നെ പെയിന്റ് ഒഴിച്ച് കളിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. സോ അതിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണ്ട നമുക്ക്. പക്ഷെ ഒരു അപ്സര സ്വന്തം ദേവതയോ ആ വരച്ചേക്കണ ചേട്ടനല്ല എന്ന് ഞാൻ പറയും. അയ്യോ, അതൊരു ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് വരച്ചതാണ്. അത് അൽക്ക ബിനുവൽ എന്ന് പറഞ്ഞിട്ട്, അൽക്ക ചൗധരി, അൽക്ക ബിനുവൽ ഹസ്ബൻഡാണ്. അൽക്കയെ ഞാൻ എങ്ങനെ പരിചയപ്പെട്ട് ഏതൊരു യാത്രയിലോ സംതിങ് ലൈക്ക് അങ്ങനെ പരിചയപ്പെട്ട്. അപ്പോൾ അവര് പെയിന്റർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ പരിചയപ്പെട്ടു. ഈ അവാർഡ് എന്തിനു കിട്ടിയത് ചേട്ടാ? അങ്ങനെ ചോദിക്കരുത്. ഞാനൊരു അവാർഡുകളെ വല്ലാതെ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ലേ? ഞാൻ ഭയങ്കര ഒട്ടും ഓവർ എക്സൈറ്റഡ് ആവാറില്ല ഇത്തരം കാര്യങ്ങളൊന്നും. ആണ്. മറ്റൊരു പേഴ്സണൽ കാര്യം ചോദിക്കട്ടെ, ഏറ്റവും മികച്ച പ്രതിഫലം കിട്ടിയ സിനിമ ഏത്? തെലുങ്കായിരിക്കുമല്ലോ. ആണ്. ആ സിനിമ ഏതാ ചേട്ടാ? ഞാനിപ്പോ പവൻ കല്യാൺ സാറിന്റെ ഒരു സിനിമ ചെയ്തിരുന്നു. അതിനു മുമ്പ് ലിംഗുസ്വാമി സാറിന്റെ കൂടെ ഒരു രാം പോതിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്തിരുന്നു. ദെൻ രവി തേജയുടെ കൂടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ
ഇമാജിൻ ചെയ്യാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കുറച്ചുപേരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഏതാ ചേട്ടാ, എപ്പോഴെങ്കിലും ഇത് എന്റെ പ്രൊഫഷൻ ആണോ, ഇത് വെച്ച് എനിക്ക് ജീവിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത് ആദ്യം വരെ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഇത് ചെയ്യാൻ പറ്റും. സോ ഐ വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദാറ്റ്. ഭയങ്കര ഒന്ന് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ അതിൻ്റെ ഒരു ഡിസിപ്ലിനാണ്, അതിൻ്റെ ഒരു എന്താ പറയുക, വർക്ക് മോഡാണത്. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ചിലപ്പോൾ ഓടാൻ പോകുന്നതിന് പകരം ഞാൻ തിയേറ്ററിലായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ അന്നത്തെ സമയത്ത് ലാപ്ടോപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ VHS മാത്രമുള്ള സമയത്തേക്ക് DVD അല്ലെങ്കിൽ CD VHS കാസറ്റ്സ് അവിടെ മുതൽ തുടങ്ങുന്നൊരു ശീലമായത്. ഇത് കാണണം, പഠിക്കണം എന്നൊക്കെയുള്ള ശീലമാണ്. എൻ്റെ കുടുംബത്തിലാരും സിനിമാക്കാരൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സംഗതി എന്ന് പറയുന്നത് നമ്മൾ തന്നെ വേണ്ടത്. ഈ അപ്പോഴേ കുടുംബത്തിൽ ആരും സിനിമാക്കാരില്ലാതെ വരുമ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, പ്രത്യേകിച്ച് അമ്മമാർക്ക്. അയ്യോ എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ വല്ല ചോദിക്കാൻ വല്ല നിവൃത്തിയുണ്ടോ എന്നുള്ളൊരു സാധനം. ആദ്യം ഞാൻ ചെയ്തത് നാടകമാണ്. അങ്ങനെ കുറേ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാമല്ലോ, അതിന് തന്നെ നമ്മൾ ലൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്ന സാധനങ്ങൾക്ക് ലൈറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്കിങ്ങനെ സ്മെല്ല് തുടങ്ങുമല്ലോ. അതുപോലെ ഞാൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നിന്ന് സിനിമ അന്നത്തെ കാലത്തൊക്കെ സിനിമ കാണുന്നത് കൊണ്ടുപോകുന്നതൊക്കെ ഭയങ്കര. അപ്പം ഡെഫിനറ്റ്ലി ക്യാരക്ടേഴ്സ് ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം. ഓ, ഇത് ഇങ്ങനെ സംഭവം ചെയ്യാം, ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് അഭിനയിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ എപ്പോഴും എല്ലാവർക്കും അത് തന്നെ. ഗ്രാജുവലി നമുക്കറിയാം ഇതിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് അറിയാം. അപ്പൊ വീട്ടുകാരുടെ ഇടയിൽ നിന്ന് ഒരിക്കലും എവിടെയും ഒരു പ്രതിഷേധത്തിന്റെ സ്വരം ഉയർന്നിട്ടില്ല? എൻ്റെ ഈ 2013 സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്, 2014 അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്തു. 2014 നമ്മുടെ കയ്യിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അന്നത്തെ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ അത് ശരി, ഇത് കുഴപ്പമില്ല അല്ലേ പറയുന്നത്. ഈ ക്യാമറയിലൂടെ നോക്കിയപ്പോൾ ചേട്ടനെ ഭയങ്കരമായി വിസ്മയിപ്പിച്ച ആ ഒരു നടൻ ആരായിരിക്കും, അല്ലെങ്കിൽ നടി ആരായിരിക്കും? ഞാൻ ഇവിടെ മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്, ഫഹദ് തുടങ്ങി അങ്ങനെ ഭയങ്കര അമേസിങ് ആക്ടേഴ്സ് ഉള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ പോണേ. ഞാൻ നിൽക്കുന്ന ഫീൽഡ് ലോകത്തിൽ വേറെ എവിടെ ഉണ്ട് ഇത്രയും നല്ല ആക്ടേഴ്സ്? അവരുടെ മുഖത്ത് ക്യാമറ വെക്കുമ്പോൾ അവരുടെ എക്സ്പ്രഷൻസ് കാണുമ്പോൾ ഇതിലപ്പുറം വേറെ നമുക്ക് എന്ത് ഭാഗ്യമാണ് വേണ്ടത്. ഈ ഫഹദ് ഫാസിലിനെ കുറിച്ച് പറയില്ലേ, കണ്ണുകൾ കൊണ്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നതെന്ന്. അപ്പൊ ഒരു സിനിമാറ്റോഗ്രാഫർ നോക്കുമ്പോൾ അതിന് നമ്മൾ കാണുന്നതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള ഒരു ഓറ ഉണ്ടാവില്ലേ? ഞാൻ ഫഹദുമായിട്ട് ഇതുവരെ വർക്ക് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഫഹദുമായിട്ട് വർക്ക് ചെയ്യാൻ. ഡെഫിനറ്റ്ലി യെസ്, അതൊരു ഭയങ്കര ആഗ്രഹമാണ്. അദ്ദേഹത്തോട് എപ്പോഴെങ്കിലും അങ്ങനെ സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കാറുണ്ട്, ഫഹദ് ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ റെഗുലർ സിറ്റി ഓഫ് ഗോഡ് കണ്ടിട്ട് ഫഹദ് നമ്പർ തപ്പി വിളിച്ചിട്ട്, ചേട്ടാ അത് ഗംഭീര പരിപാടിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാനന്ന് US പോകണ്ട, ചേട്ടാ നിങ്ങൾ US പോകുമ്പോൾ മിയാമി ബീച്ച് മിസ് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ദെൻ ഫൈൻ, അത് കഴിഞ്ഞിട്ടൊരു ഫൈൻ മോർണിംഗ് ഫഹദ് ഭയങ്കര ഫാസ്റ്റ് ഗ്രോയിങ് ആയിരുന്നു ഫഹദിൻ്റെ ഒരു ഗ്രോത്ത്. അത് കഴിഞ്ഞ് പിന്നെ കുറേ ഇതില്ല. പിന്നെ ഇടയ്ക്ക് നമ്മൾ ചില കാര്യങ്ങൾക്ക് മെസ്സേജ് ചെയ്യും, ചിലപ്പോൾ ഒന്ന് വിളിച്ച് സംസാരിക്കും. ചില നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര നല്ല എക്സൈറ്റ്മെന്റ് കാര്യങ്ങൾ വിളിക്കും, സംസാരിക്കും. നമ്മളിങ്ങനെ പൊതുവെ പറയും, ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആളാണ് സിനിമയുടെ എൻസൈക്ലോപീഡിയ എന്ന് കേട്ടിട്ടുണ്ട്. അത് ഏതൊക്കെ ആസ്പെക്ടുകളിലാണത് പറയുന്നത്? അങ്ങനെയൊക്കെ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അങ്ങനെ ഞാൻ പ്രത്യേക ആൾ പറഞ്ഞു എന്നല്ല പറഞ്ഞത്. അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇൻസൈറ്റ്സ് ചേട്ടൻ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എൻസൈക്ലോപീഡിയാണെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല, അല്ല അറിയില്ല. പക്ഷേ രാജു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. പിന്നെ ഡെഫിനറ്റ്ലി യെസ്, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്ക് അറിയാവുന്നതിനേക്കാളും ടെക്നിക്കൽ നോളജ് രാജുവിനുണ്ട്, പൃഥ്വിരാജിനുണ്ട്. നമ്മളെക്കാളും കൂടുതൽ ചിലപ്പോൾ രാജു കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉള്ളപ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ, കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ലൂസിഫർ ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ റേഞ്ച് ഒന്നുകൂടി എനിക്ക് ഷാർപ്പായിട്ട് എനിക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ക്യാമറ ടെസ്റ്റിന് നമ്മളെപ്പോഴും പോകും. ഇന്ന ലെൻസസാണ് നമുക്ക് വേണ്ടത്, ഇത് ഓക്കെ ആണോ ലെൻസ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ക്യാമറയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഈ ക്യാമറയാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പോയില്ലെങ്കിൽ കുഴപ്പം, ആ വരുന്ന ക്യാമറയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ഇത്രയും ക്രൂ വെയിറ്റ് ചെയ്യണം, ഇത്രയും പൈസ മുടങ്ങണം. അപ്പൊ അതിനൊരു ഇതില്ലാതിരിക്കാൻ ഇത് ആദ്യത്തെ ഒരു പ്രിലിമിനറി എക്സ്പെൻസ് ആണ്. ദാറ്റ്സ് ഫൈൻ. ഞാൻ എപ്പോഴും അത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അസിസ്റ്റന്റിനെ കൊണ്ട് ഞാൻ ചെയ്യിക്കാറുണ്ട്. അപ്പൊ ഇത് അനമോർഫിക് ലെൻസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും രാജുവും കൂടി, രാജു എൻ്റെ കൂടെ വന്നു. എന്നിട്ട് ആ സ്റ്റുഡിയോയിൽ പോയി
നമ്മളത് ഓരോ സാധനങ്ങളായിട്ട് നോക്കി ഇത്ര എക്സ്പോഷർ വെച്ച് ഇത്ര കിട്ടും, മറ്റത് കിട്ടും, മറിച്ച് കിട്ടും, ഔട്ട് ഓഫ് ഫോക്കസ് ഇത്ര ഉണ്ട്, ഇത്ര ഫോക്കസ് ഉണ്ട്, ഏത് റേഞ്ചസ് ആണ് മറിച്ച് നമ്മൾ ഒരു ദിവസം ഫുൾ സ്പെൻഡ് ചെയ്തു. അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. ചേട്ടൻ നമ്മളിപ്പോൾ എടുത്തു നോക്കുമ്പോൾ ചേട്ടൻ്റെ സിനിമാറ്റോഗ്രാഫി എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഭയങ്കരമായിട്ട് സാധാരണക്കാർക്കും അസാധാരണക്കാർക്കും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ് സുജിത് വാസുദേവ്. പക്ഷേ ഒരു സാധാരണ ഒരു നോർമൽ ഓഡിയൻസിന് ചിലപ്പോൾ ചേട്ടനെ അങ്ങനെ അറിയണമെന്നില്ലല്ലോ. ചേട്ടൻ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ എന്നെ സിനിമാക്കാർക്ക് പോലും അറിയത്തില്ല, പിന്നെയാണല്ലോ അത്രയ്ക്ക് വേണമായിരുന്നോ? അല്ല, പലർക്കും അങ്ങനെ ഒരു പേരൊക്കെ അറിയാമായിരിക്കും. ചിലപ്പോൾ ഞാൻ അറിയാം, ഞാൻ മീഡിയാസിൽ അങ്ങനെ ഒരു വലിയ കയറി ഇടപെടുന്ന ഒരു കക്ഷിയല്ല എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. കാര്യം മറ്റു പലരും പല സാഹചര്യങ്ങളിലും അത് ഷൈൻ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ശ്രമിക്കാറില്ല. ചേട്ടന് ഇനിയുള്ള വലിയൊരു ആഗ്രഹം എന്താ? ഹോളിവുഡ് സിനിമ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നുന്നുണ്ട്. അത് 2 സാധനങ്ങളാണ്. ഒന്ന് സിനിമാറ്റോഗ്രാഫി ചെയ്യണം, ഒന്ന് ഡയറക്റ്റും ചെയ്യണം. പക്ഷേ അതെനിക്കറിയില്ല എത്തിപ്പെടാൻ പറ്റുമെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ ഏതാ ചേട്ടാ? ചേട്ടന് പേഴ്സണൽ ഫേവറേറ്റ്? ഞാൻ പലപ്പോഴും ചായ എടുത്തിട്ട് ആ ബാൽക്കണിയുടെ ആ മൂലയിൽ പോയിരുന്ന് ഇരിക്കും. നല്ല വെയിലവിടെ നിന്ന് രാവിലെ, വെയിലെ കൊണ്ട് അവിടെ ഇരിക്കും. നമുക്ക് ആ ഏരിയയിൽ പോയി നമ്മുടെ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്താലോ? പിന്നെന്താ, ഇവിടെ ഒരു നല്ല സ്പോട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടാവും, രാവിലെ നല്ല വെളിച്ചം ഉണ്ടാവും, ഈവനിങ് ഭയങ്കര രസം ഇവിടെ ഇരിക്കാൻ. ഈവനിങ് നല്ല കാറ്റുണ്ടാവും. നമ്മള് ഈ സിറ്റി സെന്ററിൽ ഇത്രയും മരങ്ങളുള്ള ഒരു സ്ഥലം ഞാൻ അങ്ങനെ അധികം കാണാറില്ല. ഇതുമല്ല, ഇപ്പൊ പോയതാ. ഇപ്പൊ അവിടെ കുറച്ച് സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളൊക്കെ നല്ല മരങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ വന്നതാ, ഈ ഏരിയയിൽ ഇപ്പൊ വന്നതാ മരങ്ങൾ. ഈ ഏരിയ വാങ്ങിച്ചപ്പോ വിചാരിച്ചോ ഇവിടെ മുഴുവൻ ഫുൾ ടൈം ഹരിതാപം പച്ചപ്പായിരിക്കും. പക്ഷെ അതെന്റെ ഒരു മണ്ടത്തരമായിരുന്നു. അത് പിന്നീട് ഞാൻ റെക്കഗ്നൈസ് ചെയ്തത്. എന്താ അറിയാമോ, ഇത് റബ്ബറാ. ഓ, ഇത് റബ്ബർ. അപ്പോ ഈ മണ്ടനായിട്ടുള്ള ഞാൻ മനസ്സിലാക്കണമായിരുന്നു, റബ്ബർ 8-10 വർഷം കഴിയുമ്പോഴത്തേക്കും വെട്ടി കളയുമെന്ന്. അല്ല, അത് കഴിയുമ്പോഴത്തേക്കും പുതിയ മരം വെക്കും ചേട്ടാ. അത് വെക്കുന്നില്ല, അവര് ബിൽഡിംഗ് വെക്കുന്നെന്ന്. ഓ, അങ്ങനെയായിരുന്നു. മരം വെച്ചാൽ ഓക്കെ ആയിരുന്നു. ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ്. അതെ, നമുക്ക് നമ്മുടെ വീട് ഒരു പൂങ്കാവനമാക്കി മാറ്റാം അല്ലേ? അല്ല, ഇതൊക്കെ മാറും. ഇതൊക്കെ ജസ്റ്റ് ഒരു ബേസ് ഫാക്ട്. എനിക്ക് കുറച്ച് പച്ചപ്പൊക്കെ വേണം എന്നുള്ളത് വെച്ചിരിക്കുന്നത്. അവർ ചേട്ടന്റെ ആഗ്രഹങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ചേട്ടാ. സോ മച്ച്. ക്യാമറക്കാരുടെ കൈയാട്ടാ നല്ല. ക്യാമറ അല്ലേ? India's #1 language academy, Needus Academy. Result ഉള്ളിടത്ത് പഠിക്കാം.